അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു: വല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ലൗലാ അന്ന അബാ ബക്കറിൻ ഇസ്തഖലഫ മാ ഉബിദല്ലാഹ്. ഒരല്ലാഹുവിനാണ് സത്യത്തെ ചെന്നിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, അഥവാ അബൂബക്കർ സിദ്ദീഖ് മുസ്ലിമീങ്ങളെ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ, മാ ഉബിദല്ലാഹ്, അള്ളാഹുവിടെ ആരാധിക്കലെ ഒറ്റൊരു ആളും ഇവിടെ ബാക്കിയാവല്ലന്ത്. ഇസ്ലാമിടെ കുറുഹു പോലും ബാക്കിയാവല്ലന്ത്. ഒരാളും മുസ്ലിമായിട്ട് ബാക്കിയുടെ കഷ്ടം തീർന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലു: സുമ്മ ഖാല സാനിയ സുമ്മ സാലിസ. രണ്ടാമതും ആവർത്തിച്ചിട്ട് മൂന്നാമതും ആവർത്തിച്ചിട്ട് 3 വട്ടം ചൊല്ലു. നബി തങ്ങൾ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഖിലാഫത്ത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ പിന്നെ അള്ളാഹുടെ ആരാധിക്കുക ഒറ്റൊരു മനുഷ്യ ഇക്കല്ലന്ത് ചെന്നെങ്കിൽ മുസ്ലിമീങ്ങ ഛിദ്രായി പോവാൻ താറ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു നായകത്വം ഇസ്ലാമിൽ കിട്ടിയത് വലിയ ഭാഗ്യമായി പോയിട്ട്, തൻ്റെ അനുഭവവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ ഒരു ആടളിത്തത്തിൽ കിട്ടിയതായ ആ സ്പർശത്തിൽ കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് മുസ്ലിം സമൂഹത്തെ ചന്തത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിട്ട്, അതിൻ്റെയാണ് ചൊല്ലോ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഭിന്നാഭിപ്രായങ്ങളുണ്ടായിട്ട് ആ ഭിന്നാഭിപ്രായത്തെല്ലാം സമർത്ഥമായിട്ട് നേരിട്ടിട്ട് മുസ്ലിമീങ്ങളെല്ലാം തൻ്റെ ഇൽമു കൊണ്ടും തൻ്റെ തഖ്വ കൊണ്ടും തൻ്റെ നായകത്വത്തെ ഗുണത്തെ കൊണ്ട് തൻ്റെ തവാളു തൻ്റെ വിനയം കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് നേരിട്ടിട്ട് എല്ലാവരും സമാക്കിയിട്ട് കൊണ്ടുപോയിട്ട്, ഫസ്റ്റ് ആയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോഴേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടില്ല, മരിച്ചിട്ടില്ല ചെന്നിട്ട് വാദിച്ച് ചില ആൾമാർ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് അങ്ങനെ ഞങ്ങൾ വാദിക്കൂ തീര ചെന്നിട്ട് അങ്ങനെ വിശ്വാസത്തിലെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് ഒന്നുകൂടെ കൊണ്ടുപോയിട്ട്, രണ്ടാമതായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടല്ലേ എവിടെ മറമാടണോ ചില വിഷയത്തിലായിട്ട് എന്ത് നദ്ഫുനുഹു ബി മക്കത്ത, ഞങ്ങൾ മക്കയിലായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിലെ പ്രസവിച്ചതും വളർന്നതും നുബുവത്ത് കിട്ടിയതും ഇസ്ലാം പ്രചരിപ്പിച്ചതെല്ലാം അതുകൊണ്ട് മക്കത്തിലേക്ക് നബി തങ്ങളെ സ്വന്തം റായത്തിലേക്ക് കൊണ്ടുപോകണം എന്ന് ആശ എന്നിട്ട് മക്കത്തെ ആൾമാർ വാദിച്ചാറ്. പിന്നെ ചില ആൾമാർ ചെന്നാൽ വേണ്ട, മദീനത്തെ പള്ളിയിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടക്കുക, മസ്ജിദുൻ നബവിൻ്റെ പേരുണ്ടല്ലേ, അപ്പോൾ പള്ളിയിലെ എന്താക്കുക, പള്ളി ഉൽഗമേ നബി തങ്ങളെ ഞങ്ങൾ എന്താക്കുക ദഫൻ ചെയ്യുവാണ്ട്. പിന്നെ ചില ആൾമാർ ചെന്നാൽ ജന്നത്തുൽ ബഖീലായിട്ട് ഇപ്പോൾ ചെന്നെങ്കിൽ മുസ്ലിമീങ്ങളെ ഖബർസ്ഥാനായിട്ട് കിടേണ്ടത്തെ ജന്നത്തുൽ ബഖീ, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് മരമാടുവാണ്ട്. പിന്നെ ചില ചെന്നാൽ ബൈത്തുൽ മുഖദ്ദസ് ആയിരിക്കണു മരമാടുന്നത്. കാരണം ബൈത്തുൽ മുഖദ്ദസിൽ എല്ലാ അമ്പിയാക്കന്മാർ പല അമ്പിയാക്കന്മാരെ ഖബർസ്ഥാനുള്ളത് ബൈത്തുൽ മുഖദ്ദസിലായിട്ട്, അതുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് നാം കൊണ്ടുപോകണ്ടാണ്ട് കുറേ ആൾമാർ ചെന്നാൽ ഇതെല്ലാം പല ആൾമാരും പല അഭിപ്രായം ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന്, ഓ ജനങ്ങളെ, നിങ്ങൾ വെറുതെ ഈ വിഷയത്തിൽ ഗൊന്തളം ഉണ്ടാക്കണ്ട. കാരണം സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിമിത്തങ്ങൾ ചെന്നാണ് കേട്ടത്, മാമിൻ നബിയിൻ യുഖ്ബലു ഇല്ലാ ദുഫിന തഹത മൻജാഹിൽ ലദീ മാത ഫീഹി. ഏതൊരു നബിയും ആ നബി വഫാത്തായെങ്കിൽ ആ നബി വഫാത്താകുമ്പോൾ കിടന്നതായ അതേ പക്കത്തിലായിട്ടിക്കണം എന്തായിരിക്കും നബി തങ്ങളെ നബിമാരെ ദഫൻ ചെയ്യപ്പെടുന്നത്. അത് അള്ളാഹുടെ നിയമമായിട്ടിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ഹദീസിലേക്ക് ഏൽപ്പിച്ച് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെന്നത് കേട്ടത് ഏതൊരു നബിയും മരിച്ചിട്ടായെങ്കിൽ വഫാത്തായെങ്കിൽ അതേ പക്കത്തിൽ ആ നബിയുടെ എന്താക്കണം മരം മാടണോ. ഈ ഹദീസ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ട് ജനങ്ങളിടയിൽ കേൾപ്പാടി കൊടുത്തപ്പോൾ എല്ലാവരും ശാന്തായാറ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തലായിട്ട്
അപ്പോൾ അതേ പക്കത്തിൽ എന്താക്കാനങ്ങ് മരം മാറുക ചെന്നിട്ട് തീരുമാനിച്ചാൽ അവിടത്തോളം പല നിലക്കുള്ള ഗൊന്തലത്തായിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഗൊന്തലങ്ങ, ഒരുപാട് മുസ്ലിമിൻ്റെ ഇടയിലുള്ളതായ ഭിന്നാഭിപ്രായമെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ഇൽമ കൊണ്ടും തൻ്റെ അനുഭവം കൊണ്ടും ശരിപ്പെടുത്തിയിട്ട് പോയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെല്ലാം ബർക്കത്തിൽ നല്ല ദുനിയാവും ആഖിറവും സലാമത്താക്കട്ടെ. നല്ല എല്ലാ പ്രയാസങ്ങളും രോഗങ്ങളെല്ലാം നീക്കി നല്ല റാഹത്തുള്ള ആരോഗ്യത്തിലുള്ള അതുപോലെ നല്ല ഇസ്സത്തും നിഅമത്തുള്ള ജീവിതം അല്ലാഹു ദുനിയാവും ആഖിറത്തും നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഫത്തും മുസീബത്തും അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. ബിഫദ്ലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.